Hi, Muthuകളെ സത്തുകളെ കേരളങ്ങളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകൾ അറക്കലാണ് ദ ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് ദ ടൈഗർ. കടുവയുടെ വർഗീകരണ തലങ്ങളെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നോക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കടുവ ഒരു അനിമലാണ്. സോ കിങ്ഡം ഏതായിരിക്കും? അനിമേലിയ ആയിരിക്കും. കിങ്ഡം ഏതായിരിക്കും? അനിമേലിയ ആയിരിക്കും. അതിൽ ആർക്കും ഒരു ഡൗട്ട് ഇല്ല. പിന്നെ കടുവക്ക് നട്ടെല്ലുണ്ട്, അതുകൊണ്ട് ഫൈലം ഏതായിരിക്കും? കോർഡാറ്റി ആയിരിക്കും. ഫൈലം ഏതായിരിക്കും? കോർഡാറ്റി ആയിരിക്കും. പിന്നെ കടുവ എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ഒരു ചങ്ങായിയാണ്. അതുകൊണ്ട് ക്ലാസ് എന്താണ്? മമേലിയ. ക്ലാസ് എന്താണ്? മമേലിയാണ്. പിന്നെ ഓർഡർ കാർണിവോറയാണ്. കാരണം കടുവ മാംസ ബുക്കുകളാണ്. സസ്യങ്ങളല്ല തിന്ന, മാംസങ്ങൾ മാനിനൊക്കെ തിന്നും. അപ്പൊ കടുവയുടെ ഓർഡർ എന്താണ്? കാർണിവോറയാണ്. കാർണിവോറ. പിന്നെ കടുവയുടെ ഫാമിലി എന്താണ്? ഫെലിഡയാണ്. ഫെലിഡ മീൻസ് അവർക്ക് എന്തുണ്ട്? ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുന്ന നഖങ്ങളുണ്ട്. അതുകൊണ്ട് കടുവയുടെ ഫാമിലി ഫെലിഡ. ഫെലിഡെ ഫാമിലി. ഇനി കടുവയുടെ ജീനസ് എന്താണ്? പാന്തേറയാണ്. പാന്തേറ. കടുവയുടെ ജീനസ് എന്താണ്? പാന്തേറ. പാന്തേറകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എബിലിറ്റി ടു റോർ. ഇങ്ങനെ അട്ടഹസിക്കാനുള്ള കഴിവുണ്ടാവും. ഗർജനം ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ കടുവയുടെ കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡാറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിവോറ, പിന്നെ അതേപോലെ തന്നെ ഫാമിലി എന്താണ്? ഫെലിഡെ, ജീനസ് പാന്തേറ. അങ്ങനെയെങ്കിൽ ഇന്റെ ചോദ്യം ഇതാണ്, കടുവയുടെ സ്പീഷീസ് ഏത്? ഇതാ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം, കടുവയുടെ സ്പീഷീസ് ഏത്. ഓക്കെ, അപ്പോൾ അതൊന്ന് കമന്റ് ചെയ്യൂ. സോ സീ യു സൂൺ. നിങ്ങളുടെ സ്വന്തം അറകൻ.